നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബ്ലോക്ക് 1ന്റെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത യൂണിറ്റ് 1 ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ്സ് അതിന്റെ തന്നെ പാർട്ട് 2 ആയിരിക്കും നമ്മൾ ഇന്നിവർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇനിഷ്യേറ്റീവ്സ് ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ മെയിൻലി പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എറയില് നമ്മുടെ സോഷ്യൽ വർക്ക് പ്രൊഫഷനിൽ ആ ഒരു പ്രാക്ടീസിലെ ഐഡിയോളജീസിലും കോൺസെപ്റ്റുകളിലും അതേപോലെ തന്നെ അപ്രോച്ചസിലും ഒരു വലിയ മേജർ ഷിഫ്റ്റ് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മൾ സോഷ്യൽ വർക്ക് പ്രൊഫഷൻ എടുക്കുമ്പോഴത്തേക്കും ആ ഒരു ടൈം പീരീഡിൽ അവർ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് പ്രസന്റ് നീഡിനും ചലഞ്ചസിനും ആയിരുന്നു. അതേപോലെ വലിയ വലിയ എക്കണോമി, സർവീസ് സെക്ടേഴ്സും വെൽഫെയർ ആക്ടിവിറ്റികൾ കൂടിയതനുസരിച്ച് അതിനോടൊപ്പം തന്നെ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് എന്ത് ചെയ്തു, എക്സ്പാൻഡ് ചെയ്തു. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ വെൽഫെയർ സർവീസുകൾ എക്സ്പാൻഡ് ചെയ്തതനുസരിച്ച് എങ്ങനെയായിരുന്നു സോഷ്യൽ വർക്കിന്റെ ഡെവലപ്മെന്റ്, അല്ലെങ്കിലും അതെങ്ങനെയായിരുന്നു ആ ഒരു ട്രാൻസ്ലേഷൻ ആണ്, സോഷ്യൽ വർക്കിന്റെ ട്രാൻസ്ലേഷൻ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പഠിക്കുന്നത് ഈ ഒരു ഇനിഷ്യേറ്റീവ്സ് ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ആദ്യം തന്നെ നമുക്ക് നോക്കാം ഇനിഷ്യേറ്റീവ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് ലേബർ വെൽഫെയർ. അതായത് ലേബർ വെൽഫെയറിൽ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് എടുത്ത ഇനിഷ്യേറ്റീവ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു ഇൻഡിപെൻഡൻസ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് പീരീഡിൽ സ്റ്റേറ്റ് കുറച്ചുകൂടെ ശ്രദ്ധ ആർക്ക് കൊടുക്കാൻ വേണ്ടി തുടങ്ങി, ആ സൊസൈറ്റിയിലെ വീക്കർ സെക്ഷൻ ഓഫ് ആളുകൾക്ക് കുറച്ചുകൂടെ ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്തു, അതായത് നമ്മുടെ ലേബേഴ്സിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഫാക്ടറി ആക്ട് ഇനാക്ട് ചെയ്തു. ഫാക്ടറി ആക്ട് 1948 ഇനാക്ട് ചെയ്തു. ആൻഡ് ഈ ആക്ടിൽ ഉണ്ടായിരുന്ന പ്രൊവിഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ലേബറേഴ്സിന് ഉള്ള വെൽഫെയർ, അതേപോലെ തന്നെ അവരുടെ സേഫ്റ്റി, അവരുടെ ഹെൽത്ത്, അവരുടെ വേജസും കാര്യങ്ങളും, അതേപോലെ തന്നെ എംപ്ലോയ്മെന്റ് ഓഫ് യങ് പേഴ്സൺസ് ആൻഡ് ചിൽഡ്രൻ, ദെൻ അവർക്ക് എത്ര മണിക്കൂറിലത്തേക്കാണ് വർക്ക് ഉള്ളത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയായിരുന്നു ഈ ഒരു ആക്ടിൽ ഉണ്ടായിരുന്നത്. ആൻഡ് ദെൻ ലേറ്റർ ഒരു 1831 ഒക്കെ ആയപ്പോഴത്തേക്കും റോയൽ കമ്മീഷൻ ഓൺ ലേബർ എന്ത് ചെയ്തു, അതായത് ഒരു ലേബർ ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു റെക്കമെൻഡേഷൻ ചെയ്തു. സോ ഈ ഒരു ലേബർ ഓഫീസർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സോഷ്യൽ വർക്കിന് വേണ്ട എല്ലാ ഗുണമേന്മകളും ഉള്ള ഒരാളായിരിക്കണം എന്ത് ലേബർ ഓഫീസർ എന്നായിരുന്നു റോയൽ കമ്മീഷന്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഫസ്റ്റ് ടൈം വെൽഫെയർ ഓഫീസറിനെ ഈ ഒരു ഫാക്ടറി ആക്ട് 1948 അണ്ടറിൽ ഒരു വെൽഫെയർ ഓഫീസറിനെ ഫസ്റ്റ് ടൈം അപ്പോയിന്റ് ചെയ്തു. അതിന് പിന്നാലെ വന്ന പ്ലാന്റേഷൻസ് ലേബർ ആക്ട് 1951 എടുത്താലും അല്ല മൈൻസ് ആക്ട് 1952 എടുത്താലും ഇതിലൊക്കെ എന്തുണ്ടായിരുന്നു, ഒരു വെൽഫെയർ ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യണം എന്നുള്ളൊരു പ്രൊവിഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് ലേബർ വെൽഫെയറിന്റെ ഫീൽഡിൽ പ്രൊഫഷണൽ സോഷ്യൽ വർക്കറിന് കിട്ടിയ ഒരു റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയായിരുന്നു. ഓക്കെ, ആൻഡ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 5 ഇയർ പ്ലാൻ ആണ്. അതായത് 5 ഇയർ പ്ലാൻസിൽ ലേബറേഴ്സിന് പ്രൊവൈഡ് ചെയ്ത വെൽഫെയറും അതേപോലെ ഡെവലപ്മെന്റും കാര്യങ്ങളുമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എടുക്കുവാണെങ്കിൽ 1951 to 1956 പ്ലാന്റേഷൻ ലേബർ ആക്ട് 1951, മൈൻസ് ആക്ട് 1952, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952, ഇതൊക്കെ ഈ ഒരു ഫസ്റ്റ് 5 ഇയർ പ്ലാനിന്റെ സമയത്തായിരുന്നു എന്ത് ചെയ്തത്, ഇനാക്ട് ചെയ്തത്. അതേപോലെ തന്നെ ബോംബെ ഹൗസിംഗ് ബോർഡ് ആക്ട് 1948 ഈ ഒരു സമയത്ത് എന്താണ് ഒരു ആക്ട് ആയിരുന്നു, ഇനാക്ട് ചെയ്ത ഒരു ആക്ട് ആയിരുന്നു ബോംബെ ഹൗസിംഗ് ബോർഡ് ആക്ട് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് 5 ഇയർ പ്ലാനിലേക്ക് വരുവാണെങ്കിൽ വിച്ച് ഈസ് ഫ്രം 1956 to 61, അതായത് ലേബറേഴ്സിന്റെ വർക്കിംഗ് കണ്ടീഷനിലേക്കായിരുന്നു കുറച്ചുകൂടെ ഫോക്കസ് കൊടുത്തിരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ മോട്ടോർ ട്രാൻസ്പോർട്ട് ഫീൽഡിലുള്ളവർക്കും എന്ത് ചെയ്തു, കുറെ ഇനാക്ട്മെന്റ്സ് ആര് കൊണ്ടുവന്നു, സ്റ്റേറ്റ് ഗവൺമെന്റ് കൊണ്ടുവന്നു. അതേപോലെ തന്നെ വെൽഫെയർ, അതായത് ആസം പ്ലാന്റേഷൻസ് എംപ്ലോയീസ് വെൽഫെയർ ഫണ്ട് ആക്ട് ഏത് സമയത്ത് കൊണ്ടുവന്നു, 1915 ഗവൺമെന്റ് ഓഫ് ആസാം ഇനാക്ട് ചെയ്തു. ഓക്കെ, ദെൻ ഒരു ന്യൂ പ്ലാന്റേഷൻ ലേബർ ഹൗസിംഗ് സ്കീം എപ്പോൾ ലോഞ്ച് ചെയ്തു, ഏപ്രിൽ 1954 ലോഞ്ച് ചെയ്തു. ആൻഡ് ഇത് ലോഞ്ച് ചെയ്തതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതായത് ഈ വർക്കേഴ്സിന് അവരുടെ വീട് പണിയാനുള്ള ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു ന്യൂ പ്ലാന്റേഷൻ ലേബർ ഹൗസിംഗ് സ്കീം എന്ന് പറയുന്നത്. അത് ലോഞ്ച് ചെയ്ത് ഏപ്രിൽ 1954 ഓക്കെ, സോ അത്രയായിരുന്നു സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് തേർഡ് 5 ഇയർ പ്ലാൻ 1961 to 1966 നോക്കാം. ഓക്കെ, സോ തേർഡ് 5 ഇയർ പ്ലാൻ എടുക്കുവാണെങ്കിൽ അത് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഇംപ്രൂവ്മെന്റ് ഓഫ് വർക്കിംഗ് കണ്ടീഷൻ, അതായത് വർക്കേഴ്സിന്റെയും ലേബറേഴ്സിന്റെ വർക്കിംഗ് കണ്ടീഷൻസിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
ഒരു എന്താണ് അതിനെക്കുറിച്ച് അതിന് ഇമ്പോർട്ടൻസ് പറയുന്ന ഒരു പ്ലാൻ ആയിരുന്നു തേർഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. അതായത് ആ ഒരു ടൈം പീരീഡിൽ വന്ന കുറച്ച് ആക്ടുകളാണ് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് 1961, അപ്രന്റീസ് ആക്ട് 1961, അയൺ ഓർ മൈൻസ് ലേബർ വെൽഫെയർ സിസ് ആക്ട് 1961 ആൻഡ് പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965. ഇതൊക്കെയായിരുന്നു സെൻട്രൽ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇനാക്ട് ചെയ്ത കുറച്ച് ആക്ടുകൾ. ആ ഒരു തേർഡ് ഇയർ പ്ലാനിൽ കൊണ്ടുവന്ന ഇനാക്ട് ചെയ്ത കുറച്ച് ആക്ടുകളാണ് ഈ മേളിൽ പറഞ്ഞ ആക്ടുകൾ. ഓക്കെ, ഇനി ഫോർത്ത് 5 ഇയർ പ്ലാൻ എന്ന് പറയുമ്പോൾ 1964 to 1974 വരുന്നത്. അതായത് ദ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം അനുസരിച്ചിട്ട് അവർ എന്ത് പ്രൊവൈഡ് ചെയ്തു? ഈ വർക്കിംഗ് ആയിട്ടുള്ള ആളുകളുടെ ഫാമിലിക്ക് മെഡിക്കൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, സോ അതായത് ആ ഒരു ആരാണ് വർക്ക് ചെയ്യുന്ന ആ ഒരു ലേബറിന്റെ എക്കണോമിക് ബെനിഫിറ്റിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്കീമായിരുന്നു എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം എന്ന് പറയുന്നത്. അതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോർത്ത് 5 ഇയർ പ്ലാനിന്റെ അണ്ടർ ഇനാക്ട് ചെയ്ത ആക്ടുകളാണ് കോൺട്രാക്ട് ലേബർ റെഗുലേഷൻ ആൻഡ് അബോളിഷൻ ആക്ട് 1970, ദ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972, എംപ്ലോയീസ് ഫാമിലി പെൻഷൻ സ്കീം 1970. ഇതൊക്കെ എന്ത് ചെയ്തു? പാസ് ചെയ്തത് ഈ ഒരു ഫോർത്ത് 5 ഇയർ പ്ലാനിന്റെ ടൈമിലാണ്. ആൻഡ് ആ ഒരു ഫോർത്ത് 5 ഇയർ പ്ലാനിൽ ദേ ഓൾസോ സ്ട്രെസ്ഡ് ഓൺ എൻഫോഴ്സ്മെന്റ് ഓഫ് ലേബർ ലോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. ദെൻ മൂവിംഗ് ടു ഫിഫ്ത്ത് 5 ഇയർ പ്ലാൻ 1974 to 79 ആണ്. അതിൽ ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് 1976 ഇനാക്ട് ചെയ്തു. അതേപോലെ തന്നെ എന്താണ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ആക്ട് 1971 ആൻഡ് ദ ഇന്റർസ്റ്റേറ്റ് മൈഗ്രന്റ് വർക്ക്മെൻ ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ആക്ട് 1979 ഇനാക്ട് ചെയ്ത് ഫിഫ്ത്ത് 5 ഇയർ പ്ലാന്റെ ടൈമിലാണ്. ഓക്കെ, സോ ഇത്രയാണ് ഫിഫ്ത്ത് 5 ഇയർ പ്ലാനിന്റെ ടൈമിൽ എനാക്ട് ചെയ്ത ആക്ടുകൾ എന്ന് പറയുന്നത്. ആൻഡ് കമ്മിങ് ടു സിക്സ് 5 ഇയർ പ്ലാൻ, പല പല ലെജിസ്ലേറ്റീവ് മെഷേഴ്സും ലേബറേഴ്സിനും വർക്കേഴ്സിനും വേണ്ടിയിട്ടുള്ള പല പല ലെജിസ്ലേറ്റീവ് മെഷേഴ്സും ഇംപ്ലിമെന്റ് ചെയ്ത ഒരു ടൈം പീരീഡ് ആണ് 6 5 ഇയർ പ്ലാൻ, അതായത് 1980 to 85 എന്ന് പറയുന്നത്. അതായത് അഗ്രികൾച്ചർ ലേബേഴ്സിനും ഹാൻഡ്ലൂം വീവേഴ്സിനും ഫിഷേഴ്സ്മെൻസിനും ലെതർ വർക്കേഴ്സിനും അതുപോലെ തന്നെ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സിനൊക്കെ റൂറൽ ഏരിയ എടുത്താലും അർബൻ ഏരിയസ് എടുത്താലും ഇവിടെ വർക്ക് ചെയ്യുന്ന അൺഓർഗനൈസ്ഡ് വർക്കേഴ്സിനും ഫിഷർമാനും ലെതർ വർക്കേഴ്സിനും ആർട്ടീഷ്യൻസിനും അതുപോലെ അഗ്രികൾച്ചർ ലേബേഴ്സിനും ഒക്കെ ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? സ്റ്റേറ്റ് ഗവൺമെന്റ് അഡ്വൈസ് ചെയ്തു. ഓക്കെ, സോ അത്രയും കാര്യങ്ങളായിരുന്നു സിക്സ്ത് 5 ഇയർ പ്ലാനിൽ ഉണ്ടായിരുന്നത്. ആൻഡ് മൂവിംഗ് ടു സെവൻത് പ്ലാൻ 1985 to 1990, അവരവിടെ ഫോക്കസ് കൊടുത്തിരുന്നത് അർബൻ ഏരിയസിലും റൂറൽ ഏരിയസിലും വർക്ക് ചെയ്യുന്ന അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് ഉണ്ടല്ലോ അവരുടെ ലിവിങ് കണ്ടീഷൻസും വർക്കിംഗ് കണ്ടീഷൻസും ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളായിരുന്നു സെവൻത് പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതായത് ചൈൽഡ് ലേബർ എടുത്താലും അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ അക്സെപ്റ്റൻസ് എടുത്താലും അവർക്കൊരു ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻ കൊണ്ടുവരണം എന്ന് പ്ലാനിംഗ് കമ്മീഷൻ എന്ത് ചെയ്തു? അഡ്വക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വുമൺ ലേബറേഴ്സിന്റെ വെൽഫെയറിനും അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് എന്താണ് ഒരു റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് എടുത്താൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വുമന്റെ വെൽഫെയറിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു ആ ഒരു സെവൻത് പ്ലാനില്. അപ്പൊ അതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ അവരെ എന്താണ് എല്ലാ റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിലും അവരെ ഒരു സ്പെസിഫിക് ടാർഗറ്റ് ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്യാം? ട്രീറ്റ് ചെയ്യാം. അതേപോലെ തന്നെ അവർക്കും റൈറ്റ് ഉണ്ട്, എല്ലാ അസറ്റ്സിലും എല്ലാ റിസോഴ്സിന്റെ മേളിലും അവർക്കും ഒരു റൈറ്റ് ഉണ്ടെന്ന് പറയുന്നു. അതേപോലെ തന്നെ ടു പ്രോപ്പർലി ഡൈവേഴ്സ്ലി വൊക്കേഷണൽ ട്രെയിനിങ് ഫെസിലിറ്റീസ് ഫോർ വുമൺ ടു സ്യൂട്ട് ദെയർ വേരിയസ് നീഡ്സ് ആൻഡ് സ്കിൽസ്, അവരുടെ സ്കിൽസിനും നീഡ്സിനും അനുസരിച്ചിട്ടുള്ള വൊക്കേഷണൽ ട്രെയിനിങ്, അതായത് ജോലി സംബന്ധമായിട്ടുള്ള ട്രെയിനിങ് ആർക്ക് കൊടുക്കുക? വുമൻസിന് കൊടുക്കുക. ഇതൊക്കെ എന്തിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു? ആ ഒരു വുമൺ ലേബറർ വെൽഫെയറിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യമായിരുന്നു. അതേപോലെ തന്നെ അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ വുമണിന് ടെക്നോളജീസ് റിലേറ്റഡ് ആയിട്ടുള്ള നോളജും കാര്യങ്ങളും അപ്രോപ്രിയേറ്റ് ആയിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ മാർക്കറ്റിംഗ് എസ്റ്റേറ്റ്സ് സ്റ്റേറ്റ് ലെവൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ദെൻ ട്രേഡിൽ വുമൻസിന്റെ പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്യുക. അതുപോലെ ട്രേഡ് യൂണിയൻസിലും ഡിസിഷൻസ് മേക്കിങ്ങിലും ഒക്കെ വുമണിനെ എന്ത് ചെയ്യാം? മാക്സിമം പാർട്ടിസിപ്പേഷൻ അവരുടെ ഇൻക്ലൂഡ് ചെയ്യാം. അതേപോലെ ഈ വുമൺ വർക്കേഴ്സിന്റെ എക്സിസ്റ്റിംഗ് ലോസും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അതിന്റെ സ്കോപ്പ് എന്ത് ചെയ്യുക? ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക. ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് നമുക്ക് ആ ഒരു സെവൻത് പ്ലാൻ 1985 to 1990 പ്ലാനിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദെൻ കം ടു 8th 5 ഇയർ പ്ലാൻ which is from 1992 to 97. അവിടെ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വുമണിന്റെ വെൽഫെയറും അല്ലെങ്കിൽ ചിൽഡ്രൻ വർക്കേഴ്സിന്റെ വെൽഫെയർ അതേപോലെ തന്നെ വർക്കേഴ്സിന്റെ എഡ്യൂക്കേഷൻ ഇതൊക്കെയായിരുന്നു എന്ത് ചെയ്തിരുന്നത് 8th 5 ഇയർ പ്ലാനില്ല 1990 to 97 എന്ത് ചെയ്തിരുന്നത്? കുറച്ചുകൂടെ സ്ട്രെസ് കൊടുത്തിരുന്നത് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അതേപോലെ തന്നെ ഒരു ഹെൽത്തി വർക്കിംഗ് കണ്ടീഷൻ കൊണ്ടുവരിക എന്നുള്ളതിൽ അവർക്ക് ഒരു അതിൽ അവരൊരു സ്ട്രെസ് കുറച്ചുകൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു വർക്കേഴ്സിന് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു ഹെൽത്തി വർക്കിംഗ് കണ്ടീഷൻ കൊടുക്കുക എന്നുള്ളതിന് അവർ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു.
അതേപോലെ പല മാനേജ്മെന്റ് ഫീൽഡിലൊക്കെ എന്താണ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ അവർ എന്ത് ചെയ്തിരുന്നു, എൻകറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ ആ ഒരു ടൈമിലാണ് വെൽഫെയർ, അതായത് വർക്കേഴ്സ് വെൽഫെയർ സെസ് ആക്ട് 1996 ഈ ഒരു പീരീഡിലായിരുന്നു ഇനാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ 9th 5-year പ്ലാൻ എടുക്കുവാണെങ്കിൽ വിച്ച് ഈസ് ഫ്രം 1997 to 2002, അവിടെ എന്താണ് പല പല ലേബർ ലോസും എന്ത് ചെയ്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള ഇമ്പോർട്ടൻസ് കൊടുത്തു. അതേപോലെ തന്നെ നാഷണൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചസ്, അതായത് ജോബ് സീക്കേഴ്സിന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ജോലി സാധ്യത കൂട്ടാൻ വേണ്ടിയിട്ട് നാഷണൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചസ് സെറ്റപ്പ് ചെയ്തു. അതേപോലെ തന്നെ വൊക്കേഷണൽ ട്രെയിനിങ്സ്, അതായത് ജോലി സാധ്യത കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് ഒരു സ്കില്ലിന് വേണ്ടിയിട്ട് വൊക്കേഷണൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്തു, എസ്റ്റാബ്ലിഷ് ചെയ്തു. ഓക്കെ, അപ്പം ആ ഒരു അങ്ങനെ കൊടുക്കുന്നത് വഴി തന്നെ ആ ഒരു വർക്കറിന്റെ അല്ലെങ്കിൽ ലേബറിന്റെ സ്കിൽസും പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യുന്നു, ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതൊക്കെയാണ് 9th 5-year പ്ലാനിൽ കൊണ്ടുവന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. Then coming to 10th 5-year plan, efforts were taken to increase the coverage of labor market institutions, അതായത് ലേബർ മാർക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കവർ ചെയ്യാനുള്ള എന്ത് ചെയ്തു, എഫേർട്സുകൾ കൊണ്ടുവന്നു. അതേപോലെ തന്നെ ഒരു ലേബറേഴ്സിന്റെ വർക്കേഴ്സിന്റെയും കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ സ്കിൽ ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത് ഈ ഒരു 10th 5-year പ്ലാനിലും അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന അല്ലെങ്കിൽ എംഫസൈസ് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു ലേബററിന് നല്ല രീതിയിൽ ഒരു വർക്കിംഗ് എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് ഉള്ള ഒരു ട്രെയിനിങ് സ്കിൽസ് വേണം അല്ലെ, വൊക്കേഷണൽ ട്രെയിനിങ്ങും സ്കിൽ ബിൽഡിങ്ങും ഒക്കെ നമ്മൾ കൊടുക്കണം, പ്രൊവൈഡ് ചെയ്യണം, എന്നാലേ അവർക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുള്ള ഒരു എംഫസൈസ് ഈ ഒരു 10th 5-year പ്ലാനിൽ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. Then coming to 11th 5-year plan, which is from 2007 to 2012. ഓക്കെ, അതായത് നമുക്ക് വുമൺ ആൻഡ് മെൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഈക്വൽ സിറ്റിസൺസ് ആണെന്ന് മാത്രമല്ല, പക്ഷെ അവരെയും ഇവിടെ കൺസിഡർ ചെയ്തു. എക്കണോമിക് ആൻഡ് സോഷ്യൽ ഗ്രോത്തിൽ വുമനെയും എന്ത് ചെയ്തു, കൺസിഡർ ചെയ്ത ഒരു ടൈം പീരീഡ് ആയിരുന്നു 2007 to 2012 ഈ ഒരു 11th 5-year പ്ലാനിന്റെ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വുമനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് ഈക്വൽ സിറ്റിസൺസ് ആയിട്ട് മാത്രമല്ല, അവരെ എക്കണോമിക് സോഷ്യൽ ഗ്രോത്തിലൊക്കെ എന്താണ് ഒരു ഏജന്റ് ആയിട്ട് അവർ ആ ഒരു എക്കണോമിക് ആൻഡ് സോഷ്യൽ ഗ്രോത്ത് ഏജന്റ് ആയിട്ടും റെക്കഗ്നൈസ് ചെയ്യണം എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു ടൈം പീരീഡ് ആണ് ഈ ഒരു 11th 5-year പ്ലാൻ എന്ന് പറഞ്ഞാൽ. അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വുമൺ അവരുടെ ബേസിക് ആയിട്ടുള്ള എൻടൈറ്റിൽമെന്റ്സ് ആർക്ക് കിട്ടണം, വുമണിന് പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ തന്നെ ഗ്ലോബലൈസേഷനിൽ എന്താണ് ഉള്ള വുമണിന്റെ ഇമ്പാക്റ്റും കാര്യങ്ങളും. ഓക്കെ, ദെൻ എല്ലാ ടൈപ്പ് ഓഫ് വയലൻസുകളിൽ നിന്നും എന്ത് ചെയ്യുക, വുമൻസിനെ ഫ്രീ ചെയ്യുക, ലൈക്ക് ഫിസിക്കൽ വയലൻസ്, എക്കണോമിക്, സോഷ്യൽ, സൈക്കോളജിക്കൽ എക്സെട്ര, ലൈക്ക് അങ്ങനത്തെ ടൈപ്പ് ഓഫ് അതായത് സൈക്കോളജിക്കൽ, അതായത് ഫിസിക്കൽ, എക്കണോമിക്, സോഷ്യൽ, സൈക്കോളജിക്കൽ ഇത്തരത്തിലുള്ള എല്ലാ വയലൻസുകളിൽ നിന്നും വിമനെ എന്ത് ചെയ്യുക, മുക്തരാക്കുക എന്നുള്ളതും ഒരു മെയിൻ എയിം ആയിരുന്നു. അതേപോലെ നമ്മൾ പോളിസി മേക്കിങ്സും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ് അസംബ്ലീസിലും പാർലമെന്റ്സിലും ഒക്കെ പോളിസി മേക്കിംഗ് കാര്യങ്ങളുണ്ട്. അതിൽ എന്ത് ചെയ്യുക, ഈ ഒരു സ്ത്രീകളുടെ പ്രാധാന്യം ഉറപ്പുവരുത്താനും അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതാണ് ലാസ്റ്റ് പറയുന്നത്. സ്ട്രെങ്തൻ എക്സിസ്റ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ആൻഡ് ക്രിയേറ്റ് ന്യൂ വൺസ് ഫോർ ജെൻഡർ മെയിൻ സ്ട്രീമിംഗ് ആൻഡ് എഫക്റ്റീവ്ലി പോളിസി ഇംപ്ലിമെന്റേഷൻ. ഇതിലൊക്കെ എന്ത് ചെയ്യുക, സ്ത്രീകൾക്ക് വളരെ അധികം പ്രാധാന്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്ന ഒരു ടൈം പീരീഡ് ആണ് ഈ ഒരു 11th 5-year പ്ലാൻ 2007 to 2012 എന്ന് പറയുന്നത്. നെക്സ്റ്റ് കമ്മിങ് ടു 12th 5-year പ്ലാൻ വിച്ച് ഈസ് ഫ്രം 2012 to 2017. അതായത് എന്താണ് ഇൻഇക്വിറ്റീസ്, അതായത് ഡിസ്ക്രിമിനേഷൻസ്, ഈ ഗേൾസില് ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഇക്വാളിറ്റീസ് എൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻസിനെ കുറയ്ക്കുക, ഗേൾസിന് വുമൻസിന് എതിരായിട്ടുള്ള വയലൻസുകൾ കുറയ്ക്കുക എന്നൊക്കെ ഉള്ളത് ഈ ഒരു 12th 5-year പ്ലാനിന്റെ അണ്ടറിൽ വന്ന കാര്യങ്ങളായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ വുമണിനെ ഏതൊരു പബ്ലിക് സ്പേസ് എടുത്താലും അവിടെ ഒരു സേഫ് ആൻഡ് പ്രൊട്ടക്റ്റീവ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാനും ഈ ഒരു 12th 5-year പ്ലാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ എംഫസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു വുമൺ ഏജൻസി ബ്രിങ് ഔട്ട് ചെയ്യുമ്പോൾ അവര് ഫേസ് ചെയ്യുന്ന ക്രൂഷ്യൽ ആയിട്ടുള്ള ചലഞ്ചസ് ആണ് അസറ്റ് ഓണർഷിപ്പ്, അതുപോലെ സ്കിൽ ഡെവലപ്മെന്റ്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, ഇതെന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം ഇതിന് എതിരെ ആയിട്ട് എന്താണ് അവർക്ക് അതിനെ നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ വേണ്ടിയുള്ള കീ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്ലാനിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അർബനൈസേഷൻ, ക്ലൈമറ്റ് ചേഞ്ച്, എനർജി ഇൻസെക്യൂരിറ്റി, മീഡിയയുടെ റോള്, ഇതൊക്കെ കാരണം എന്ത് പറ്റുന്നെന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഒരു വുമൺ ഏജൻസി പല പല ക്രൂഷ്യൽ ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതിനൊക്കെ എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കീ സ്ട്രാറ്റജീസ് ഈ ഒരു 12th 5-year പ്ലാനിൽ അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് മെയിൻ ആയിട്ട് വുമണിനെ എംപവർ ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ സ്പെസിഫിക് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്.
ദെൻ നമുക്ക് ട്രൈബൽ വെൽഫെയറിന്റെ ഫീൽഡിൽ ഉണ്ടായ ഇനിഷ്യേറ്റീവ്സും കാര്യങ്ങളും നോക്കാം. അപ്പൊ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എറ നോക്കുവാണെങ്കിൽ ഗവൺമെന്റ് മെയിൻ ആയിട്ടും ഈ ഒരു ട്രൈബൽ പീപ്പിളിന് എന്താണ് ഒത്തിരി അധികം തന്നെ ഒരു ഫോക്കസ് കൊടുത്തിരുന്ന ഒരു ടൈം ആയിരുന്നു ഒരു പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എറ എന്ന് പറയുന്നത്. അതായത് അവർ കാത്തു സൂക്ഷിക്കുന്ന അവരുടെ കൾച്ചർ, സോഷ്യൽ ഹെറിറ്റേജ് ഇതൊക്കെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒത്തിരി എന്ത് ചെയ്തു, ഗവൺമെന്റ് ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുകയും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ നെഹ്റു വരെ എംബസൈസ് ചെയ്തിട്ടുണ്ട് ആ ഒരു ട്രൈബൽ പീപ്പിൾ, അതായത് ഇന്ത്യൻ പോപ്പുലേഷൻ എടുക്കുമ്പോഴത്തേക്കും അവരുടെ റൈറ്റ്സിന്റെ ഇമ്പോർട്ടൻസും അതേപോലെ തന്നെ ആ ഒരു ട്രൈബൽ പീപ്പിളിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും നെഹ്റു വരെ എംബസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും നമുക്ക് ട്രൈബൽ വെൽഫെയർ ഫീൽഡിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസിന്റെ റോൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ നമുക്ക് എന്താണ് ഈ ഒരു ട്രൈബൽ ആളുകളെ എടുക്കുവാണെങ്കിൽ അവർക്ക് ഈ ഇക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ എഡ്യൂക്കേഷനിൽ ഒരു റിസർവേഷൻ, അതേപോലെ സർവീസ് സെക്ടറിൽ ജോബ് സെക്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ പൊളിറ്റിക്കലി ആയിക്കോട്ടെ, അതുപോലെ ഏത് തരത്തിലുള്ള സോഷ്യൽ ഇൻജസ്റ്റിസ് അവർക്ക് ഒത്തിരി നമുക്കറിയാം ബാക്ക്വേർഡ് നിൽക്കുന്ന ആളുകൾക്ക് എപ്പോഴും ഒരു ഇൻജസ്റ്റിസും അതേപോലെ തന്നെ എക്സ്പ്ലോയിറ്റേഷൻ അവിടെ വരുന്നുണ്ട്. ആളുകൾ ഒത്തിരി അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യും. അപ്പൊ എന്താണ് ആ തരത്തിൽ എല്ലാ തരത്തിൽ നിന്നും അവർക്കൊരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഇക്വാളിറ്റിയും ആ ഒരു എഡ്യൂക്കേഷണൽ റിസർവേഷനും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം ദ സ്കെഡ്യൂൾഡ് കാസ്റ്റസ് ആൻഡ് സ്കെഡ്യൂൾഡ് ട്രൈബ്സ് ആക്ട് 1989 ആൻഡ് ദ സ്കെഡ്യൂൾഡ് കാസ്റ്റസ് ആൻഡ് സ്കെഡ്യൂൾഡ് ട്രൈബ്സ്, അതായത് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് റൂൾസ് 1995 ഒക്കെ ഈ ഒരു രീതിയിൽ ട്രൈബൽ വെൽഫെയറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഇനാക്ട് ചെയ്ത ആക്ടുകളാണ്. ദെൻ സ്പെഷ്യൽ ഓഫീസർ റോൾസ് ഇൻ ട്രൈബൽ വെൽഫെയർ, അതായത് ട്രൈബൽ വെൽഫെയറിൽ എന്താണ് സ്പെഷ്യൽ ഓഫീസറിന്റെ റോൾ എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഓഫീസേഴ്സിനെയൊക്കെ ഓരോ ആക്ടിന്റെ അണ്ടറിലും ആ ഒരു സോഷ്യൽ വർക്കറിന്റെ ആട്രിബ്യൂട്ട്, ആ ഒരു ഗുണമേന്മയുള്ള തരത്തിലുള്ള വെൽഫെയർ ഓഫീസേഴ്സിനെ പല രീതിയിലും എന്താണ് അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ട്രൈബൽ വെൽഫെയറിൽ വരുമ്പം ആ ഒരു സ്പെഷ്യൽ ഓഫീസറിന്റെ റോൾസും കാര്യങ്ങളും എന്താണെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ഇവരുടെ സ്പെഷ്യൽ ഓഫീസേഴ്സിന്റെ മെയിൻ റോൾ എന്ന് പറഞ്ഞാൽ പല പ്രശ്നങ്ങളും ക്രൂരതകളും അനുഭവിക്കുന്ന ആളുകൾക്ക് അതിന്റെ വിക്ടിംസിന് റിലീഫ്സും ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യാം. അതേപോലെ തന്നെ അത്തരം ക്രൂരതകളൊന്നും ഇനിയും മുന്നോട്ടേക്ക് വരാണ്ടിരിക്കാൻ അത് പ്രിവെന്റ് ചെയ്യാനുള്ള മെഷേഴ്സും, അതേപോലെ തന്നെ NGOs ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുക, കോർഡിനേഷൻ ചെയ്യുക, ഇതൊക്കെയായിരുന്നു അവരുടെ മെയിൻ റോൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതേപോലെ തന്നെ അവയർനെസ് സെന്റേഴ്സ് ഓർഗനൈസ് ചെയ്യുക, അതേപോലെ തന്നെ വർക്ക്ഷോപ്സുകൾ നടത്തുക. ദെൻ ഇതെല്ലാം എന്താണ് NGOs ആയിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടായിരുന്നു ഈ ഒരു സ്പെഷ്യൽ ഓഫീസേഴ്സ് ചെയ്തിരുന്ന കാര്യങ്ങളായിരുന്നു ഈ പറഞ്ഞവ. അവരുടെ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ എന്ന രീതിയിൽ അവരെ എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവർക്കൊരു റിലീഫ് കൊടുക്കുക, ഫെസിലിറ്റീസ് കൊടുക്കുക എന്നുള്ളതായിരുന്നു സ്പെഷ്യൽ ഓഫീസേഴ്സിന്റെ റോൾ എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം ഒരു ട്രൈബൽ പീപ്പിൾ ആളുകൾ എന്ന് പറയുമ്പോൾ ആ ഒരു കാലത്ത് അവർ ഒത്തിരിയും അധികം എന്താണ് ക്രൂരതകളും അതൊക്കെ അനുഭവിച്ചിട്ടുള്ളവരാണ്. സോ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സ്പെഷ്യൽ ഓഫീസേഴ്സിന്റെ റോളാണ് ഞാൻ ഈ മേലിൽ പറഞ്ഞത്. ഇനിയും ആസ് എ പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് എന്താണ് ട്രൈബൽ വെൽഫെയറിൽ അവർക്കുണ്ടായിരുന്ന റോൾ എന്ന് നോക്കാം. ഓക്കെ, അപ്പോ ഈ ഒരു ട്രൈബൽ പീപ്പിളിന്റെ ഇടയിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് എന്തൊക്കെ ലീഗൽ റൈറ്റ്സ് ആണുള്ളത്, അല്ലെങ്കിൽ അവരുടെ ഒരു ട്രൈബൽ ലൈഫ്, അവരുടെ ഒരു കൾച്ചർ, അവർക്ക് ഇടയിലുള്ള നെറ്റ്വർക്കിംഗ്, കമ്മ്യൂണിക്കേഷൻ, ഇന്ററാക്ഷനും കാര്യങ്ങളും, അതേപോലെ തന്നെ റെഫറൽ സർവീസുകൾ, ഇതൊക്കെയായിരുന്നു ഈ ഒരു പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അവർക്ക് ഇതിലുണ്ടാവുന്ന നോളജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഇത്രയും കാര്യങ്ങളിൽ അവർക്കൊരു നോളജ് വേണമായിരുന്നു. Then Indian Constitution's 5th and 6th schedule ട്രൈബൽ വെൽഫെയർ ആൻഡ് ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 5ാമത്തെ 6ാമത്തെ സ്കെഡ്യൂളിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സ്കെഡ്യൂൾഡ് ആൻഡ് നോൺ സ്കെഡ്യൂൾഡ് സ്റ്റേറ്റ്സിന്റെ ഡെവലപ്മെന്റിനെ വെൽഫെയറിനുമായിരുന്നു ആ ഒരു 5th and 6th സ്കെഡ്യൂള് കുറച്ചുകൂടെ ഫോക്കസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ട്രൈബൽ വെൽഫെയർ റിലേറ്റഡ് മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രൈബൽ അഡ്വൈസറി കൗൺസിലേഴ്സ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതേപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് 5th and 6th സ്കെഡ്യൂൾ എയിം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ട്രൈബൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ്സ് എന്ത് ചെയ്തു, ആ ഒരു 5-year പ്ലാനിൽ ഈ ഒരു ട്രൈബൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ്സിന്റെ ആ ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഇവരൊരു മേജർ അലൊക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ ട്രൈബൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഫെസിലിറ്റീസും പ്രോഗ്രാംസും ഒക്കെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ആഫ്റ്റർ 1971 ഈ ഒരു ട്രൈബൽ വെൽഫെയറിന്റെ ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി കൂടാൻ വേണ്ടിയിട്ട് തുടങ്ങി.
അതേപോലെ തന്നെ ആ ഒരു ഫസ്റ്റ് 5 ടൈം പീരീഡിൽ ട്രൈബൽ സബ് പ്ലാൻ കോൺസെപ്റ്റ് ഇവോൾവ് ചെയ്തു. അതേപോലെ തന്നെ നമ്മളുടെ സൊസൈറ്റിയിൽ തന്നെ സ്പെഷ്യൽ കാറ്റഗറീസിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് പ്രത്യേകം സോഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സെൻട്രൽ അസിസ്റ്റൻസ് എന്ത് ചെയ്തു, ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് നമ്മളുടെ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസിന്റെ 5th ആൻഡ് 6th സ്കെഡ്യൂളിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ദെൻ ഇനിഷ്യേറ്റീവ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് റൂറൽ ഡെവലപ്മെന്റിൽ ഉണ്ടായിരുന്ന ഇനിഷ്യേറ്റീവ്സും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് റൂറൽ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ വരുന്നതാണ് നിലോക്കേരി പ്രൊജക്ട്. അത് 1948 ഓപ്പറേറ്റ് ചെയ്യുന്നത് ആസ് പാർട്ട് ഓഫ് റെഫ്യൂജി റീഹാബിലിറ്റേഷൻ പ്രൊജക്ട് ആയിട്ടാണ് ഈ ഒരു നിലോക്കേരി പ്രൊജക്ട് വരുന്നത്. അതായത് റെഫ്യൂജീസിന് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാനും അവർക്ക് ഈ പറഞ്ഞതുപോലെ ജോബ് ട്രെയിനിങ്സ്, വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു പ്രൊജക്ട് ആണ്, റെഫ്യൂജി റീഹാബിലിറ്റേഷൻ പ്രൊജക്ട് ആണ് നിലോക്കേരി പ്രൊജക്ട് എന്ന് പറയുന്നത്. അത് സ്റ്റാർട്ട് ചെയ്തത് 1948. ഓക്കെ, അതുപോലെ തന്നെ ഫിക്ര ഡെവലപ്മെന്റ് സ്കീം ഉണ്ട്. അതായത് അതിൽ 250 വില്ലേജസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് മദ്രാസ് പ്രൊവിൻസ് കൊണ്ടുവന്ന ഒരു സ്കീമാണ് ഫിക്ര ഡെവലപ്മെന്റ് സ്കീം എന്ന് പറഞ്ഞാൽ. അത് മെയിൻ ആയിട്ടും എയിം ചെയ്തെന്ന് പറഞ്ഞാൽ ആളുകളുടെ പാർട്ടിസിപ്പേഷനെ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ബിൽഡ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ കൊണ്ടുവന്ന ഒരു സ്കീമാണ് ഫിർക്ക ഡെവലപ്മെന്റ് സ്കീം എന്ന് പറയുന്നത്. ഇതൊക്കെ റൂറൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് വന്ന സ്കീമുകളും പ്രൊജക്ടുകളും ആണ്. ഓക്കെ, അതുപോലെ എഥാവ പ്രൊജക്ട് ഉണ്ട്. അത് 1948 എന്ത് ചെയ്തത്, ലോഞ്ച് ചെയ്തത്. അതും എന്താ ചെയ്യുന്നത് വെച്ചാൽ പ്രൊവൈഡിങ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, അതേപോലെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോർപ്പറേറ്റ് സൊസൈറ്റീസ്, അതുപോലെ പബ്ലിക് ഹെൽത്ത് അമിനിറ്റീസ് ഒക്കെ വില്ലേജസിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്ത പ്രൊജക്ട് ആണ് എഥാവ പ്രൊജക്ട് എന്ന് പറയുന്നത്. ദെൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രൊജക്ട് നമ്മുടെ ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. 23 റൂറൽ കമ്മ്യൂണിറ്റികൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു CDP എന്ത് ചെയ്തത്, ലോഞ്ച് ചെയ്തത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. അപ്പൊ മെയിൻ ആയിട്ടും ഇവിടെ നെഹ്റു എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു CDP പ്രൊജക്ടിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ കമ്മ്യൂണിറ്റീസിനെ എന്താ ചെയ്യുന്നത്, അവിടെ ഫോസ്റ്ററിങ് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ ആളുകളുടെ ഓണർഷിപ്പും പാർട്ടിസിപ്പേഷനും ഒക്കെ നമ്മൾ അവിടെ എൻഷുർ ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ നമ്മൾ നമ്മുടെ സോഷ്യൽ വർക്കിന്റെ വൺ ഓഫ് ദ പ്രൈമറി മെത്തേഡായ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ എല്ലാ റൂറൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രൊജക്ട്സിലും കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ 1952 CDP ലോഞ്ച് ചെയ്തത് ഏതൊക്കെ ഒബ്ജക്റ്റീവ്സ് വെച്ചിട്ടാണെന്ന് ചോദിച്ചാൽ റൂറൽ റിസോഴ്സുകൾ ഡെവലപ്പ് ചെയ്യുക, അതുപോലെ ലോക്കൽ ലീഡർഷിപ്പുകൾ ഡെവലപ്പ് ചെയ്യുക, അതുപോലെ ആളുകളുടെ സ്റ്റാൻഡേർഡ്സ്, അവർ ജീവിക്കുന്ന ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഇംപ്രൂവ് ചെയ്യുക, അതുപോലെ അവരുടെ മെന്റൽ ഔട്ട്ലുക്ക്, ഈ ആളുകളുടെ മെന്റൽ ഔട്ട്ലുക്ക് ചേഞ്ച് ചെയ്യുക. ഇതൊക്കെയായിരുന്നു CDPയുടെ 1952 ലോഞ്ച് ചെയ്ത CDPയുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ആൻഡ് CDP ചെയ്തത് 5 ലെവലിലായിരുന്നു. നാഷണൽ ലെവലില്, സ്റ്റേറ്റ് ലെവലില്, ഡിസ്ട്രിക്ട് ലെവലില്, ബ്ലോക്ക് ലെവലില്, വില്ലേജ് ലെവലില്, ഈ 5 ലെവലിലായിരുന്നു ഇത് അഡ്മിനിസ്ട്രേഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. വില്ലേജസ് ആയിരുന്നു ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഓപ്പറേഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വിത്ത് BDO ആസ് എ ചീഫ് ഓഫീസർ. ആൻഡ് നാഷണൽ ലെവൽ CDP നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, നാഷണലും സ്റ്റേറ്റിലും ഡിസ്ട്രിക്റ്റിലും ബ്ലോക്കിലും ഒക്കെ വില്ലേജിൽ ആ ഒരു ഏരിയയിലൊക്കെ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രൊജക്ട്. നാഷണൽ ലെവൽ CDP ഹാൻഡിൽ ചെയ്തിരുന്നത് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അതേപോലെ തന്നെ നാഷണൽ ലെവൽ CDPക്ക് ഒരു സെപ്പറേറ്റ് വിങ് തന്നെ ഉണ്ടായിരുന്നു. അതിനെ വിളിച്ചിരുന്ന പേരാണ് കമ്മ്യൂണിറ്റി പ്രൊജക്ട് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ CPA എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇൻ 1953 നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്, അതായത് NES എന്ത് ചെയ്ത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സമാനമായിട്ട് ആസ് പാർട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ഉണ്ടായിരുന്ന പ്രോഗ്രാമുകളും പ്രൊജക്ടുകളാണ് താഴെ ഡിസ്കസ് ചെയ്യുന്നത്. 1957 മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഫോം ചെയ്തു. ആൻഡ് 1960s ഇൻട്രൊഡക്ഷൻ ഓഫ് ഇന്റൻസീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം IADP, ഇന്റൻസീവ് അഗ്രികൾച്ചറൽ ഏരിയ പ്രോഗ്രാം IAAP ആൻഡ് ഹൈ യീൽഡിംഗ് വെറൈറ്റീസ് പ്രോഗ്രാം ഒക്കെ 1960s ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ 1976 വരുമ്പോൾ സ്പെഷ്യൽ പ്രോഗ്രാംസ് ലൈക് ഡ്രോട്ട് ഏരിയ പ്രോഗ്രാം, ക്യാഷ് സ്കീം ഫോർ റൂറൽ എംപ്ലോയ്മെന്റ് 1971, ട്രൈബൽ ഏരിയ ഡെവലപ്മെന്റ് 1972, മിനിമം നീഡ് പ്രോഗ്രാം 1975, സ്മോൾ ഫാമേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസി SFDA ആൻഡ് മാർജിനൽ ഫാമേഴ്സ് ആൻഡ് അഗ്രികൾച്ചറൽ ലേബറേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസി MFAL. ഇതൊക്കെയായിരുന്നു ആ ഒരു ടൈമിൽ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രൊജക്ടുകളും പ്രോഗ്രാമുകളും ഒക്കെ എന്ന് പറയുന്നതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ അത്യാവശ്യം നമ്മുടെ SLM സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ കൊടുത്തിട്ട് ഉള്ള കാര്യം അത്യാവശ്യം തന്നെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, അത് SLM നിങ്ങൾ പഠിക്കുമ്പോൾ നന്നായിട്ട് തന്നെ എല്ലാം വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പാർട്ട് 3 വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ കാണാം. ഓക്കെ.